ശ്രീ ഭാസ്കർ, ഈ നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡ് മുതലുള്ള സഖാക്കന്മാരൊക്കെ വന്നത് ഉമ്മൻചാണ്ടി രാജിവെച്ച ശേഷം മാത്രമേ ഞങ്ങൾ ഇനി തലസ്ഥാനത്ത് മടങ്ങുകയുള്ളൂ. വളരെ വീരപരിവേഷത്തോടു കൂടിയാണ് ഓരോരുത്തരെയും യാത്ര അയച്ചത്. അവരൊക്കെ തലസ്ഥാനത്തേക്ക് എത്തി. സമരം ഊർജിതമായി തന്നെ നടന്നിരുന്നു. വലിയ പ്രതിസന്ധിയായി. സെക്രട്ടേറിയറ്റിനൊക്കെ അവധി കൊടുത്ത് അല്പം സമരത്തെ തണുപ്പിക്കാനൊക്കെ നോക്കിയെങ്കിൽ പോലും സമരം അതിന് 30 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും വളരെ വലിയ തോതിൽ അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു UDF ക്യാമ്പ്. പിന്നെ എങ്ങനെയാണ് ഒറ്റ നിമിഷം കൊണ്ട് ഈ സമരം ഇല്ലാതായത്? ഉമേഷ്, എല്ലാ സമരങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതു സമരം എടുത്ത് പരിശോധിച്ചാലും സമവായം കൂടി ആ സമരത്തിന്റെ സാധ്യതകളുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും സമരം നടത്തിയിരുന്ന സ്വാതന്ത്ര്യ സമരം നടത്തിയിരുന്ന മൂവ്മെന്റുകൾ പല ഘട്ടങ്ങളിലും ചർച്ചകൾ ബ്രിട്ടീഷ് ഗവൺമെന്റുമായി നടത്തിയിട്ടുണ്ട്. അത് ഉമേഷെ, അത് ഉപമിക്കണം. കാരണം നിങ്ങൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു സ്ഥാനമായിട്ടില്ല. നിങ്ങൾ ഒരു ചർച്ചയ്ക്കും എവിടെ ഉണ്ടായിരുന്നില്ല, സമരത്തിനുണ്ടായിരുന്നില്ല. BJPയും സംഘപരിവാറും അന്ന് ഒരു സമരത്തിനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പറയുമ്പോൾ പൊള്ളുന്നല്ല ഭാസ്കർ. നമുക്ക് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരൂ. CPM-നെ പോലെ ഇത്രയും സംഘടനാ സംവിധാനമുള്ള അച്ചടക്കത്തോടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംഘടന നടത്താൻ പറ്റാതെ സമരം നിർത്തി ഓടിപ്പോയവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങളൊക്കെ ഉപമിക്കുമ്പോൾ വിഷമം തോന്നുകയാണ് എന്റെ ഉമേഷ്. മലമൂത്ര വിസർജനം നടത്താൻ പറ്റാതെ ഓടിപ്പോയ നിങ്ങൾ, കോംപ്രമൈസ് ചെയ്ത നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഉപമിക്കുന്നു. എന്ത് കഷ്ടമാണ്. ശ്രീ ഉല്ലാസ് ബാബു അദ്ദേഹം സംസാരിക്കട്ടെ, താങ്കളിലേക്ക് വരാം. ആയിക്കോട്ടെ. അല്ല, ഒന്ന് രണ്ട്, ശ്രീ ജോൺ മുണ്ടക്കയത്തെ പോലുള്ള വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ദീർഘകാല മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് തന്നെ കൃത്യമായി ബോധ്യമുള്ള ഒരു കാര്യമായിരുന്നു സോളാർ സമരം. സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിലേക്ക് എത്തപ്പെടുന്ന ഘട്ടത്തിൽ അത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 2 മുദ്രാവാക്യങ്ങൾ. ഒരു മുദ്രാവാക്യമായിരുന്നില്ല ആ സമരത്തിന്റെ ആവശ്യം, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, 2 മുഖ്യമന്ത്രി രാജിവെക്കുക. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സോളാർ സമരം തലസ്ഥാനത്ത് തുടങ്ങപ്പെടുന്നത്. തലസ്ഥാനത്ത് തുടങ്ങുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ പോലും ഇടതുമുന്നണി ആലോചിച്ച തരത്തിൽ സംഘടിപ്പിക്കുന്നതിന് കഴിയാതെ വരുന്നൊരു സാഹചര്യം. മാത്രമല്ല, അങ്ങ് വളരെ കൃത്യമായിട്ട് അന്ന് ADGP ഇന്റലിജൻസ് ആയിരുന്ന ശ്രീ ഹേമേന്ദ്രൻ സാറിന്റെ ആത്മകഥ വായിക്കേണ്ടിയിരിക്കുന്നു. ആ ആത്മകഥയിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് സോളാർ സമരം അവസാനിക്കുന്നത് എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം, ഇന്റലിജൻസിന്റെ മേധാവി എന്ന നിലയിൽ അദ്ദേഹം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു, ഈ സമരം തുടർന്നു പോയാൽ ഒരുപക്ഷെ ആ സമരത്തിൽ സ്റ്റാമ്പേഡ് പോലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ വന്നാൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഒരു വെടിവയ്പ് അല്ലെങ്കിൽ ലാത്തി ചാർജോ തുടങ്ങി വെച്ചാൽ പോലീസും ധർമ്മസങ്കടത്തിലായിരുന്നു. കാരണം പോലീസിന് ബലപ്രയോഗം നടത്താനാവില്ല, അത്രയേറെ ജനങ്ങൾ വന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി ആ സമര പോരാളികളെ ബലപ്രയോഗത്തിലൂടെ നീക്കാനാവില്ല. അനുരഞ്ജനമാണ് അവിടുത്തെ മാർഗം. ആ അനുരഞ്ജനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപക്ഷെ ചർച്ചകൾക്ക് അങ്ങോട്ടും UDF-ന്റെ ഗവൺമെന്റുമായി എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഏത് സമരം നടക്കുന്ന ഘട്ടത്തിലോ ഏത് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരങ്ങൾ പോലും ചർച്ചകളിലൂടെയല്ലേ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ചർച്ച ഔദ്യോഗിക തലത്തിലോ അനൌദ്യോഗിക തലത്തിലോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ആ നിമിഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കന്മാർ കൂടിയാലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമരം പിൻവലിക്കാൻ തീരുമാനിക്കുന്നത്. ഇതിൽ വലിയ രാഷ്ട്രീയ അവിടെയും ചില പൊരുത്തക്കേടുകളുണ്ട് ശ്രീ ഭാസ്കർ. അവിടെയും ചില പൊരുത്തക്കേടുകളുണ്ട്. ഞാൻ താങ്കളുടെ അവസരത്തിൽ ഇടപെടുക എന്നല്ല, അവിടെയും ചില പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സമരഗേറ്റിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ശ്രീ തോമസ് ഐസക് ഈ വാർത്ത അറിയുന്നപ്പോഴാണ് ഒരു സ്വകാര്യ ചാനലിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത് സമരം അവസാനിപ്പിച്ചു എന്ന്. പിന്നെ NK പ്രേമേന്ദ്രൻ അന്ന് LDF-ന്റെ പ്രതിനിധി, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, താങ്കൾ ഇത്തരം ചർച്ചയെ പറ്റി അറിഞ്ഞിട്ടേ ഇല്ല എന്ന്. പിന്നെ എവിടെയാണ് ഇത് LDF-ന്റെ തീരുമാനമാകുന്നത്? 2, താങ്കൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ ഇത്രയും വലിയൊരു സമരത്തിന് ആഹ്വാനം ചെയ്ത CPM-ന്റെ സംഘടനാ സംവിധാനം ദൗർബല്യം ഉള്ളതാണ് എന്ന് താങ്കൾ കൂടി സമ്മതിക്കുകയാണ് അങ്ങനെയെങ്കിൽ? ഇല്ല, സംഘടനാ സംവിധാനമല്ല. എല്ലാ സമരങ്ങൾക്കും നിയന്ത്രണ വിധേയമായി നമുക്ക് ചെയ്യാനാവില്ല. സമരങ്ങൾ ചെയ്തവർക്കറിയാം ആ സമരങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. ഇവിടെ സോളാർ സമരം കൈവിട്ടു പോയാൽ അന്ന് 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടും, മരിച്ചു വീഴും. അതാണ് സാഹചര്യം. ആ കൈവിട്ട് പോകാതിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയോ അല്ല തീരുമാനം എടുത്തിട്ടുള്ളത്. പാർട്ടിയുടെ മുതിർന്ന അവൈലബിൾ ആയിട്ടുള്ള നേതാക്കന്മാർ അപ്പോൾ തന്നെ കൂടിയാലോചിച്ച്
ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി സംയുക്തമായി ആലോചിച്ചാണ് അത്തരം ഒരു തീരുമാനം എടുക്കാറുള്ളത്. അതിന് പലപ്പോഴും ഈ ഏതൊരു സമരം നടക്കുമ്പോഴും ആ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഗവൺമെന്റും അതുപോലെ തന്നെ ആ സമരം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഒത്തുതീർപ്പാക്കുന്നതിന് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. അതിൽ മാധ്യമ പ്രവർത്തകരോ അതുപോലെ തന്നെ പലതരത്തിൽ സ്വാധീനമുള്ള ആളുകളൊക്കെ തന്നെ സംസാരിക്കാറുണ്ട്, ഇടനില നിൽക്കാറുണ്ട്. ആ ഇടനില നിന്നതുകൊണ്ട് അതുകൊണ്ടാണ് ആ സമരം അവസാനിച്ചതെന്ന് അവകാശപ്പെടുന്നിടത്താണ് പിശക് വരുന്നത്. പല കോണുകളിൽ സോളാർ സമരത്തെ സംബന്ധിച്ചിടത്തോളം പല കോണുകളിൽ ചർച്ചകൾ നടന്നിരുന്നു. ശ്രീ ചെറിയാൻ ഫിലിപ്പ് വളരെ കൃത്യമായിട്ട് അക്കാര്യത്തിൽ ചർച്ചകൾ നടത്തി. പക്ഷെ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ ഒരു ഭാഗം മാത്രമാണ് VS-ന്റെ പിടിവാശി മൂലം ആണ് ആ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറഞ്ഞത്. അന്ന് ചെറിയാൻ ഫിലിപ്പ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ VS പിടിവാശി പിടിച്ചത് കാണാനും കേൾക്കാനും ഒന്നും. അപ്പൊ അത് മാത്രമല്ല, അങ്ങനെ ഒരു സമരം തീരണമെങ്കിൽ ഇപ്പൊ ഡോക്ടർ തോമസ് ഐസക്കിനോട് അപ്പൊ ആലോചിക്കേണ്ട ആവശ്യകതയില്ല. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, അന്ന് പോളിറ്റ് ബ്യൂറോയിലുള്ള നേതാക്കന്മാർ പരസ്പരം ആലോചിച്ചിട്ട് ആ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതാവും. അങ്ങനെ പല സാഹചര്യങ്ങളിൽ സമരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് സമരം ചെയ്യുമ്പോൾ മാത്രമേ ആ സമരം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും. ഇവിടെ ഒരു ഡീൽ, ഇവിടെ പുതിയൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ രണ്ടു തരം പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ഒന്ന്, മൺമറഞ്ഞു പോയ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്തണം, അങ്ങനെ ഉദ്ദേശം ഒന്ന്. രണ്ട്, TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി എന്ന് വരുത്തി തീർക്കുന്ന നറേറ്റീവ് ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നു. TPയുടെ വധവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ മുതിർന്ന നേതാക്കളിലേക്ക് എത്തും. അങ്ങനെ എത്താതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്പരം വെച്ചുമാറലാണ് എന്നുള്ളതാണ്. അന്നത്തെ കേരള 2013-14 തുടക്കത്തിലുള്ള കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ സോളാർ സമരം പോലും, ഈ സോളാർ വിഷയം പോലും യഥാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് UDF-നുള്ളിൽ നിന്ന് തന്നെയാണ്. CPM അത് ഏറ്റെടുക്കുകയായിരുന്നു. ആ സമരം അന്ന് അത് ഏറ്റെടുക്കുന്നത് കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ ഇങ്ങനെ ഒരു തരത്തിൽ അഴിമതി നടക്കുന്നു. രണ്ട്, കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ അറസ്റ്റ് ചെയ്യുന്നു അതേ ഗവൺമെന്റ്. പ്രതിപക്ഷത്തായപ്പോഴല്ല, അതേ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങൾ വളരെ ഗൗരവമേറിയതും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അപമാനകരമാകുന്ന സാഹചര്യത്തിലേക്ക് വന്ന ഘട്ടത്തിലാണ് ഇത്തരം ചർച്ച. CBI എൻക്വയറി നടത്തിയതൊക്കെ വേറെ വിഷയങ്ങളിലാണ്. CBIയുടെ എൻക്വയറി എന്ന് പറയുന്നത് അതിജീവിതം നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയെങ്കിൽ ഹസ്കർ, അങ്ങനെയെങ്കിൽ ഇത്രത്തോളം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്, ഇത്രത്തോളം വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തേ മുഖ്യമന്ത്രി രാജിവെക്കുന്ന ഒരു അവസരത്തിലേക്ക് കൊണ്ടുപോകാതെ വളരെ വേഗം സമരം അവസാനിപ്പിച്ചു മടങ്ങി? അവിടെയാണ് പല സംശയങ്ങളും വീണ്ടും വീണ്ടും ഉയരുന്നത്. അങ്ങനെ താങ്കൾ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ CPM-ന് വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല. തിരുവനന്തപുരത്തെ പല ഗ്രൗണ്ടുകളും ഏറ്റെടുത്ത് അവിടെ സമരസഖാക്കന്മാർക്ക് താമസിക്കാനും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പാർട്ടി ഒരുക്കിയിരുന്നു. അതന്ന് വലിയ വാർത്തകളൊക്കെ വരികയും ചെയ്തിരുന്നു. അതൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ട് ശ്രീ അസ്കർ.